ഹായ്, ഞാനെന്നൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ സന്തോഷമായിരിക്കാൻ എന്താ വഴിയുള്ളത്? നല്ല വാർത്തകൾ മാത്രം കാണുകയോ നല്ല കാര്യങ്ങളുള്ള ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യാം. ശാസ്ത്രജ്ഞരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, നല്ല വാർത്തകൾ കേൾക്കുന്നത് നമ്മുടെ തലച്ചോറ് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയെ തന്നെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സതാംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് കൂടുതൽ നല്ല വാർത്തകൾ കാണുന്നവരുടെ ശരീരത്തിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ അളവ് കുറയുമെന്നാണ്. മറ്റൊരു പഠനം പറയുന്നത് ഇത്തരം നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുമെന്നാണ്. ഇത് നമ്മുടെ മനസ്സിന് മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇന്നത്തെ കാലത്ത് നമ്മെ ആകർഷിക്കുന്ന ഒട്ടുമിക്ക വാർത്തകളും നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നല്ല വാർത്തകളും ചീത്ത വാർത്തകളും ഒരു ബാലൻസോടെ കൊണ്ടുപോകുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും. കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യബന്ധങ്ങൾ തന്നെ ഇല്ലാണ്ടാവുന്നൊരവസ്ഥയാണ് വരുന്നത്. കാരണം എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഇങ്ങനെ എല്ലാവരും പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ചിലപ്പോൾ പ്രതികരിച്ച് നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാണ് ഇല്ലാണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. എന്തായാലും ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി. ബൈ.